വെൽക്കം ബാക്ക് ടു NINF ഫാഷൻ. ഇന്ന് ചെയ്യാൻ പോണത് നെറ്റ് ക്ലോത്തിലുള്ള ബേബീസിൻ്റെ ഹെഡ് ബാൻഡാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നെറ്റ് ക്ലോത്ത് 6 സെൻറ്റിമീറ്റർ നീളത്തിലും 6 സെൻറ്റിമീറ്റർ വീതിയിലും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ചതുരത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 6 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതേപോലെ മടക്കി നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊരു ഇതളായിട്ട് വരും കേട്ടോ. ഇതുവരെ തുന്നിയിട്ട് വീണ്ടും മറ്റേ സൈഡും കൂടി തുന്നി കൊടുക്കുക കേട്ടോ. ശേഷം അതേ നൂലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത പെറ്റലും കൂടി ചെയ്ത് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ ത്രികോണാക്കിയിട്ട് മടക്കുക. ശേഷം രണ്ട് സൈഡിലും റണ്ണിങ് സ്റ്റിച്ചിൽ തുന്നി കൊടുക്കുക കേട്ടോ. ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ചിൽ തുന്നി കൊടുക്കുക. അങ്ങനെ എല്ലാ പെറ്റൽസും ചെയ്തെടുക്കുക ഒരേ ത്രെഡിൽ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലെയുള്ള ഒരുപാട് മേക്കിംഗ് വീഡിയോസും പിന്നെ മെറ്റീരിയൽ സെല്ലിങ്ങും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ദെൻ എല്ലാ പെറ്റലും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതെല്ലാം കൂടി വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വെച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ടിക് ടാക്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നെറ്റ് ക്ലോത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റേറ്റ് കുറവിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു എമൗണ്ടിന് സെയിൽ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അധികം വില കൊടുത്തൊന്നും വാങ്ങാതെ വളരെ സിമ്പിളായിട്ട് ചെറിയൊരു ചിലവ് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഫ്ലവർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം കേട്ടോ. ശേഷം ഇതേ നെറ്റ് ക്ലോത്തിൻ്റെ തന്നെ മറ്റൊരു ഫാബ്രിക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് 12 സെൻറ്റിമീറ്റർ വീതിയിലും 80 സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇത് കുറച്ചുകൂടി ഗ്ലിറ്ററിങ് ടൈപ്പ്, സെയിം കളർ തന്നെയാണ്, പക്ഷേ ഗ്ലിറ്ററിങ് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ പകുതി മടക്കി കൊടുക്കുക. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ മുഴുവനായിട്ട് തുന്നിയെടുക്കുക. തുന്നുന്നതിനനുസരിച്ച് മടക്കി മടക്കി കൊടുത്താൽ മതി. മുഴുവനായിട്ട് അതേപോലെ തുന്നി കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് വലിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക. നൈലോൺ ബാൻഡ്സ് 10 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് നെറ്റിൻ്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു എമൗണ്ടിന് തന്നെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ടാവും. ഇത് റെഡ് കളേഴ്സൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കുട്ടികൾക്ക് ഇടുമ്പോൾ. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ച് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വലിച്ചിട്ട് നല്ല ടൈറ്റിൽ തന്നെ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ സെയിം കളർ ത്രെഡ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയായിട്ടാണ് ഡിഫറെൻറ്റ് കളർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇപ്പം നമ്മൾ 2 ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ ഫ്ലവറും ഒരു ചെറിയ ഫ്ലവറും, 2 ടൈപ്പിലുള്ള 2 ഫ്ലവേഴ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം ഒരു കമ്പി എടുക്കുക. ഇതേപോലത്തെ ഗിയർ വയറിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ ഈ സെയിം കളറ് ബീഡ്സ് തന്നെ കോർത്ത് കൊടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ടിയാരാസ് ബ്രൂച്ചൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 8-10 ബീഡ്സ് നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ
കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ വീഡിയോ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പം മുഴുവനായിട്ട് ഫാസ്റ്റ് ആക്കാത്തത് മനസ്സിലാകാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മളിതൊരു 5-8 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്, എത്ര എണ്ണം വേണം എന്നുള്ളതൊക്കെ. ശേഷം ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വെക്കാം, അല്ലെങ്കിൽ സെൻറ്ററിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലവറോ അല്ലെങ്കിൽ ബീഡ്സൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് ബീഡ്സ് കൊടുത്തു നോക്കി, പിന്നെ ഒരു ഫ്ലവർ കേട്ടോ വെച്ചത് ഫൈനലായിട്ട്. അപ്പോൾ ഇതേപോലെ വെക്കുക. ശേഷം ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അത് ഓരോന്ന് ഗമ്മ് വെച്ച് അറ്റാച്ച് ചെയ്യണം കേട്ടോ, ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ശേഷം ഇതേപോലൊരു ഫെൽറ്റ് ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കുക. ദെൻ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നൈലോൺ ബാൻഡിലോ അല്ലെങ്കിൽ ഹെയർ ബാൻഡിലോ ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ഗമ്മാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് വെച്ച് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതെൻ്റെ മോന് ഞാൻ വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. ശരിക്കും ഈ ഒരു പ്രായമുള്ള കുട്ടിയൊക്കെ അല്ലെങ്കിൽ ഒരു വയസ്സ് താഴെയുള്ള കുട്ടിയൊക്കെയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാകുക. എന്നാലും എൻ്റെ മോൾക്ക് 6 വയസ്സായി. അപ്പോൾ അവളും വെച്ച് നോക്കിയിട്ടുള്ള പിക്കാണ് ഇത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും തോന്നുന്നു. ഇത് വീട്ടിലുള്ള ഡ്രസ്സൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 10 രൂപയാണ് ഒന്നിന് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്